ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. LD ക്ലർക്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ സീരീസ് ആണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ നോളജ് ആണ്. അപ്പൊ ജനറൽ നോളജിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ LDC എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു 20 ഡിഫറെന്റ് സബ്ജക്ട്സ് ആയിട്ട് നമ്മൾ MCQ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റും, അതായത് ലഘുഗണിതം, അതേപോലെ തന്നെ മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ സയൻസ് വിഷയങ്ങളിലാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സെപ്പറേറ്റ് ആയിട്ട്, ഹിസ്റ്ററി, ജോഗ്രഫി, കേരള ഫാക്ട്സ്, കറണ്ട് അഫയേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ അതേപോലെ തന്നെ സ്പോർട്സ്, ആർട്സ്, ലിറ്ററേച്ചർ, അങ്ങനെ നമ്മൾ 20ഓളം ടോപ്പിക്കുകളായിട്ടാണ് നമ്മൾ MCQ സീരീസ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാനലിൽ പ്ലേലിസ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ LDCയിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഓരോ ദിവസമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ എല്ലാ വീഡിയോസും റെഗുലർ ആയിട്ട് കാണാൻ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളും അതേപോലെ തന്നെ ഏറ്റവും പുതിയ ചോദ്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓരോ വീഡിയോയിലും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഒപ്പം തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യമായി നോട്ട് എഴുതി വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ഇത് വളരെയധികം യൂസ്ഫുൾ ആവും. അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോ GKയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ലോകത്തെ ആദ്യ 3D പ്രിന്റഡ് മത്സ്യം അവതരിപ്പിച്ച രാജ്യം ഏതാണെന്നാണ്. ആദ്യ 3D പ്രിന്റഡ് മത്സ്യം അവതരിപ്പിച്ച രാജ്യം ഇസ്രായേൽ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോ ഇസ്രായേൽ ഒരു ഫുഡ് ടെക് കമ്പനി ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡർ ഫുഡ്സ് ആണ് കേട്ടോ ഈ ലോകത്തെ തന്നെ ആദ്യത്തെ ഈ 3D പ്രിന്റഡ് മത്സ്യം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു അത്ഭുതത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ. അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫിഷ് ഫില്ലറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് ഫിഷ് സെല്ലുകളിൽ നിന്നും, മത്സ്യ സെല്ലുകളിൽ നിന്നും, കോശങ്ങളിൽ നിന്നും ഫിഷ് ഫില്ലറ്റ്സ് ഗ്രോ ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് ശരിക്കും റെഡി ടു കുക്ക് ആയിട്ടുള്ള ഫിഷ് ഫില്ലറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോ ഇതാണ് ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് ആയിട്ടുള്ള മത്സ്യം. ഇത് അവതരിപ്പിച്ച രാജ്യം ഇസ്രായേലാണ്. അപ്പോ ആ ചോദ്യം കഴിഞ്ഞ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ഒരു 3D പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. കേരളത്തിലെ ആദ്യ 3D പ്രിന്റഡ് കെട്ടിടം നിർമ്മിച്ച കേന്ദ്രം. കേരളത്തിലെ ആദ്യ 3D പ്രിന്റഡ് കെട്ടിടം നിർമ്മിച്ച കേന്ദ്രം സംസ്ഥാന നിർമ്മിതി കേന്ദ്രമാണ്. അപ്പൊ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ ആദ്യ 3D പ്രിന്റഡ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോ ഇത് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയവുമായി ചേർന്ന് ചെന്നൈ IIT രൂപീകരിച്ച ഒരു കമ്പനിയായ ത്വസ്ത ആണ് ഈ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ട് ഇതുപോലുള്ള ഒരു കേന്ദ്രം ചെയ്തിട്ടുള്ള 28 ദിവസം കൊണ്ടാണ് കേട്ടോ ഇതിന്റെ ഒരു പ്രവർത്തനം പൂർത്തിയാക്കിയതായിട്ട് പറയുന്നത്. അപ്പോ ഇതില് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു പേര് ഇട്ടിട്ടുള്ളത് അമസ് 28 എന്നുള്ള ഒരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു വേനൽക്കാല വസതിയായിട്ട് അമസ് 28 എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യ 3D പ്രിന്റഡ് കെട്ടിടം നിർമ്മിച്ചത് സംസ്ഥാന നിർമ്മിതി കേന്ദ്രം. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ സോളാർ കാർ ഏതാണെന്നുള്ളതാണ്. ഇവയാണ് രാജ്യത്തെ ആദ്യ സോളാർ കാർ. അപ്പൊ പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു EV സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള വൈവേ മൊബിലിറ്റി ആണ് കേട്ടോ ഈ ഒരു കാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്ന് വെച്ചാൽ സോളാർ റൂഫ് പാനൽ ഒക്കെ ഉള്ള ഒരു കാറാണിത്. സോ രാജ്യത്തെ ആദ്യ സോളാർ കാറിന്റെ പേര് ഇവ. മറന്നു പോകരുത്, രാജ്യത്തെ ആദ്യ സോളാർ കാറിന്റെ പേര് ഇവ. അടുത്ത ചോദ്യം, ചരൽക്കുന്ന് ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നാണ്. യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് അറിയുന്നുണ്ടാവും. കാരണം അവര് ഓരോരോ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോകുന്നവരല്ലേ. അപ്പോ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഹിൽ സ്റ്റേഷന്റെയും പേരുകളും അതിനൊപ്പം തന്നെ അത് ഏത് ജില്ലയിലാണെന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കണം. ചരൽക്കുന്ന് ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. റാന്നിക്ക് അടുത്ത് ഉള്ള ഒരു ഹിൽ സ്റ്റേഷൻ ആണ് ചരൽക്കുന്ന് ഹിൽ സ്റ്റേഷൻ. പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പൊ ഇനി നമുക്ക് കേരളത്തിലുള്ള മറ്റ് പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് ഏതൊക്കെയാണെന്നും അത് ഏത് ജില്ലയിലാണെന്നും കൂടെ ഒന്ന് നോക്കാം. മൂന്നാർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഹിൽ സ്റ്റേഷൻസ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് ഉള്ളത് തേക്കടി, അഗൈൻ ഇടുക്കി ജില്ലയിലാണ്. പിന്നെ നമുക്ക് വയനാട് വരുന്നുണ്ട്. പിന്നെ ഇടുക്കി തന്നെ നമുക്ക് ഒരു ഹിൽ സ്റ്റേഷൻ ആയിട്ട് പറയാം.
വാഗമൺ again ഇടുക്കി ജില്ലയിലാണ്, മറയൂര് ഇടുക്കി ജില്ലയിലാണ്, പിന്നെ പൊന്മുടി വരുന്നത് പൊന്മുടി തിരുവനന്തപുരം ജില്ലയിലാണ്, നെല്ലിയാമ്പതി പാലക്കാട് ജില്ല, ദേവികുളം ഇടുക്കി ജില്ല, വൈത്തിരി വയനാട് ജില്ല, പീരുമേട് ഇടുക്കി ജില്ല, തിരുവമ്പാടി കോഴിക്കോട്, പൈനാവ് ഇടുക്കി, സുൽത്താൻ ബത്തേരി വയനാട്, റാണിപുരം കാസർഗോഡ്. അപ്പൊ ഇടുക്കി ജില്ലയിലുള്ളത് മാത്രമായിട്ട് ഒരുമിച്ച് എഴുതി വെച്ചിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് വരുന്നത് വയനാട് ഉണ്ട്, വയനാട് നമുക്ക് സുൽത്താൻ ബത്തേരി, വൈത്തിരി രണ്ടെണ്ണം വരുന്നുണ്ട്, പിന്നെ പാലക്കാട് നെല്ലിയാമ്പതി, തിരുവനന്തപുരം പൊന്മുടി, കോഴിക്കോട് തിരുവമ്പാടി, കാസർഗോഡ് റാണിപുരം. ഏറ്റവും പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് മാത്രമാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അത് ഏതൊക്കെ ജില്ലയിലാണെന്നുള്ളതും കൂടെ പഠിച്ചു വെക്കുക. അപ്പൊ നമ്മുടെ ചോദ്യം ചരൽക്കുന്ന് ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ജില്ലയായിരുന്നു, പത്തനംതിട്ടയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആൻഡ് the last question for this session, നോബൽ സമ്മാനവും ഭാരത് രത്നയും ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണെന്നുള്ളതാണ്. നോബൽ സമ്മാനവും ഭാരത് രത്നയും ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ CV രാമൻ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു എഫക്ട്, രാമൻ എഫക്ട് അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റുമായി ബന്ധപ്പെട്ട വർക്കിനാണെന്നുള്ളത് അറിയാം. അദ്ദേഹത്തിന് നോബൽ പ്രൈസിനോടൊപ്പം തന്നെ ഭാരത് രത്നയും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നോബൽ സമ്മാനവും ഭാരത് രത്നയും ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ CV രാമൻ ആണ്. 1930 നോബൽ പ്രൈസും 1954 ഭാരത് രത്നയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കൃത്യമായി എഴുതി വെച്ചും അതിനോടൊപ്പം പറഞ്ഞ ഫാക്ട്സും എഴുതി വെച്ച് മനസ്സിലാക്കി പഠിക്കുക. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.